Hi dear students, good morning to all. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പ്രോസസ്സായിരുന്നു പറഞ്ഞു നിർത്തിയത്. ആ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് എന്താണ് ഫെസിലിറ്റി അല്ലെങ്കിൽ പ്ലാന്റ് ലൊക്കേഷൻ. അതായത് എന്താ നമുക്കറിയാം, നമ്മൾ സ്ഥാപനം എവിടെയാണോ നിൽക്കേണ്ടത് അതാണ് മെയിനായിട്ട് നമ്മൾ പറയുന്ന പ്ലാന്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മാനുഫാക്ചറിങ് പ്ലാന്റോ അല്ലെങ്കിൽ ഒരു ഫെസിലിറ്റിയോ നമ്മൾ തീരുമാനിക്കുന്ന സമയത്ത് അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് നമ്മളൊരു സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം തീരുമാനിക്കുന്നത്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഫാക്ടേഴ്സ്, അതായത് ബോത്ത് ഇൻറ്റേർണലായിട്ടും എക്സ്റ്റേണലായിട്ടും ഒരുപാട് ഫാക്ടേഴ്സ് ഇതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി നമ്മൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുക എന്ന് പറയുമ്പോൾ അതൊരു ലോങ് ടേമിലേക്കുള്ളൊരു ഡിസിഷൻ കൂടിയാണ്. അപ്പോൾ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലേസാണ്. ആ പ്ലേസിൽ നമ്മളെ സ്ഥാപനത്തെ നമ്മൾ തീരുമാനിക്കുകയാണ്. ആ സ്ഥാപനത്തെ നമ്മൾ അവിടെ തീരുമാനിക്കുന്ന സമയത്ത് നമ്മൾ നോക്കണം, നമുക്ക് വേണ്ട മെറ്റീരിയൽസ്, മണി, മെഷീനറി ഒക്കെ അവൈലബിൾ ആണോ, ഇതിനെല്ലാം കൂടി നമുക്ക് ഒന്നിച്ച് മാനുഫാക്ചറിങ് പ്രോഡക്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവൈലബിൾ ആണോ എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ തീരുമാനിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവാണ് അതിൻ്റെ കോസ്റ്റ് മിനിമൈസ് ചെയ്യുക, പ്രൊഡക്ഷൻ കോസ്റ്റ് മിനിമൈസ് ചെയ്യുക എന്നുള്ളത്. റൈറ്റ് സൈസിൽ, റൈറ്റ് പ്ലേസിൽ, റൈറ്റ് ആയിട്ടുള്ള അവൈലബിലിറ്റി ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ പ്ലാന്റിനെ നമ്മൾ തീരുമാനിക്കണം. അപ്പോൾ നമ്മളിത് പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആക്ച്വലി വി ആർ പ്ലാനിങ് വേർ വിൽ ബി അവർ ഫാക്ടറി ഓർ വേർ വിൽ ബി അവർ മാനുഫാക്ചറിങ് യൂണിറ്റ് എന്നുള്ള ഡിസിഷനാണ് നമ്മളിവിടെ എടുക്കുന്നത്. സോ അതെടുക്കുന്ന സമയത്ത് ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സിന് അത് ഈ ഒരു ഫെസിലിറ്റീനെ പ്രധാനമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രയോറിറ്റി, അതിൻ്റെ ഗോൾ, സ്ട്രാറ്റജീസ് ഇതെല്ലാം നോക്കിക്കൊണ്ടായിരിക്കണം നമ്മളത് തീരുമാനിക്കേണ്ടത്. അതേപോലെ തന്നെ ജനറലി സോഷ്യോ എക്കണോമിക്, ടെക്നോ, ബിസിനസ്, ലീഗൽ, എൻവിറോൺമെൻറ്റ് ഇത്രയും കാര്യങ്ങളും കൂടി നമ്മൾ ഫൈനലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ സ്ഥാപനം എവിടെ വേണമെന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത്. അപ്പോൾ നമ്മളൊരു പ്ലാന്റ് ലൊക്കേഷൻ നമ്മൾ തീരുമാനിക്കുന്ന സമയത്ത് അതിൻ്റെ സൈസും നേച്ചറും, ആ ഒരു ഇൻഡസ്ട്രീൻ്റെ സൈസും നേച്ചറും ഒക്കെ നമ്മൾ നോക്കിയിട്ട് വേണം, നമ്മൾ കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം നമ്മൾ ആ ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്യാം. ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ആണെങ്കിൽ മെയിനായിട്ട് നമ്മൾ അതിൻ്റെ സൈറ്റ് എവിടെയാണെന്നുള്ളത് നോക്കി അതിൻ്റെ ലോക്കൽ മാർക്കറ്റൊക്കെ അറേഞ്ച് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. പക്ഷേ ഒരു ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രിയാണ് നമ്മൾ തീരുമാനിക്കുന്നത്, അതിന് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ വേണം. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, എന്തൊക്കെ ഫാക്ടേഴ്സ്, നമ്മളൊരു സ്മോൾ മാർക്കറ്റ് മാത്രമല്ല അതിൻ്റെ നമ്മളെ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് അത്രയും ലോക്കലായിട്ടും എല്ലാത്തെയും ഒക്കെ ആയിട്ട് എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സൈറ്റായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഏതൊരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ബേസിക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ബേസിക് ഒബ്ജക്റ്റീവ് ഈസ് ടു മേക്ക് മാക്സിമം പ്രോഫിറ്റ്. സോ we are basically give importance to maximum profit with minimum cost of production and increasing sales. So കോസ്റ്റ് റെഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഓപ്റ്റിമം സൈസും അതിനനുസരിച്ചുള്ള ഐഡിയൽ ആയിട്ടുള്ളൊരു പ്ലേസും നമ്മൾ എന്ത് ചെയ്യണം, തീരുമാനിക്കണം. അതാണ് ഫെസിലിറ്റി അല്ലെങ്കിൽ പ്ലാന്റ് ലൊക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും തീരുമാനിക്കേണ്ടത്. ഇനി നമ്മൾ എന്തൊക്കെ ഫാക്ടേഴ്സ്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ടു ബി എഫക്റ്റഡ് വൈൽ വി ആർ സെലക്ടിങ് ദ പ്ലാന്റ് ലൊക്കേഷൻ ഓർ പ്ലാന്റ് ഫെസിലിറ്റി. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾ എക്സാമിന് ചോദിക്കാൻ പറ്റിയൊരു നല്ലൊരു ക്വസ്റ്റ്യൻ, അതായത് അത്യാവശ്യം പോയിൻറ്റ്സും ഉണ്ട്, അത്യാവശ്യം നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനും പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഏകദേശം ഒരു 16 കാര്യങ്ങൾ, ഏകദേശമാണ് പറയുന്നത്, ഒരു റിയൽ ലൈഫ് ഇതൊക്കെ നോക്കാൻ ഏകദേശം ഓൾമോസ്റ്റ് കവർ ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ 16 ഫാക്ടേഴ്സാണ് ഇതിനകത്ത് എഫക്റ്റ് ചെയ്യുന്നത്. ആ 16 ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ആണ് നിയർനെസ് ടു റോ മെറ്റീരിയൽസ്. നിയർനെസ് ടു റോ മെറ്റീരിയൽസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ട റോ മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ ആകുന്ന സ്ഥലത്ത്, നമുക്ക് അടുത്തുള്ള സ്ഥലത്തായിരിക്കണം നമുക്ക് വേണ്ട റോ മെറ്റീരിയൽസ് ഉണ്ടായിരിക്കേണ്ടതാണ് നിയർനെസ് ടു റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പം ട്രാൻസ്പോർട്ടേഷൻ, ഇപ്പം നമ്മൾ റോ മെറ്റീരിയൽസ് എത്താനുള്ള ട്രാൻസ്പോർട്ടേഷൻ, അവൈലബിലിറ്റി, റിലയബിലിറ്റി, ഇതൊക്കെ സ്റ്റോറേജ് റിക്വയർമെൻറ്റ്സ് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നോക്കണം. അതുപോലെ തന്നെ സഫീഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് അവൈലബിൾ ആണോ എന്നുള്ളത് നോക്കണം. ബൾക്കായിട്ട് കിട്ടുമോ, ഹെവി വെയ്റ്റിലാണോ, എങ്ങനെയെന്നുള്ള കാര്യങ്ങൾ മുഴുവൻ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനകത്ത് സ്കാൻ ചെയ്ത് മനസ്സിലാക്കി ഇരിക്കണം. രണ്ടാമത്താണ് നിയർനെസ് ടു മാർക്കറ്റ്. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത പ്രോഡക്റ്റ് കൃത്യസമയത്ത് ഷിപ്പ് ചെയ്തിട്ട് സാധനങ്ങൾ അതാത് സ്ഥലങ്ങളിൽ എത്തിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം, പറ്റണം. നമ്മളെ പ്രോഡക്റ്റ് നമ്മൾക്ക് ബയ്യറുടെ കയ്യിലേക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ മാർക്കറ്റിലേക്ക് കൃത്യമായിട്ട് എത്തിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കലാണ്. അതായത് മാർക്കറ്റ് എൻവിറോൺമെൻറ്റ് എങ്ങനെയാണ്, അതിൻ്റെ പ്രൊഡക്ഷൻ പോളിസീസ് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലാണോ, നമുക്ക് നമ്മളെ ഫിനിഷ്ഡ് പ്രോഡക്ട്സ് കൃത്യമായിട്ട് കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ കുറച്ചുകൊണ്ട് നമുക്കത് കസ്റ്റമറിലേക്ക് എത്തിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് രണ്ടാമത്തെ നമ്മൾ നോക്കേണ്ടത്, നിയർനെസ് ടു മാർക്കറ്റ്.
മൂന്നാമത്തേതാണ് അവൈലബിലിറ്റി ഓഫ് വർക്ക് ഫോഴ്സ്. നമ്മൾ റോ മെറ്റീരിയൽസ് കിട്ടി, മാർക്കറ്റും കിട്ടി, പക്ഷേ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള വർക്ക് ഫോഴ്സ് വേണം. ദാറ്റ് മീൻസ് വി ആർ അബൌട്ട് ദ എംപ്ലോയീസ്. അപ്പോൾ നമുക്ക് റോ മെറ്റീരിയൽസ് മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യം നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ വിചാരിക്കുന്ന വേജ് സ്ട്രക്ചറിൽ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള നമ്മൾ വിചാരിച്ച സ്കിൽ ലെവലുള്ള നമ്മൾ വിചാരിച്ച പേ റേറ്റ് കൊടുക്കാൻ പറ്റുന്ന, അതല്ലെങ്കിൽ ലോ വേജ് റേറ്റോ അല്ലെങ്കിൽ നോൺ യൂണിയൻ ഡീലിങ്സൊക്കെ ഉള്ള നമുക്ക് വേണ്ട രീതിയിലുള്ള എംപ്ലോയീസിനെ നമുക്ക് അവൈലബിൾ ആവുന്നുണ്ടോ എന്നുള്ളതും കൂടി നമ്മൾ ഉറപ്പ് വരുത്തണം. റൈറ്റ് കൈൻഡ് ഓഫ് വർക്ക് ഫോഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആവുന്നത് എന്നുള്ളതും കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഇതിനോടകം കൺഫേം ചെയ്യണം. അതാണ് അവൈലബിലിറ്റി ഓഫ് വർക്ക് ഫോഴ്സ്. ദെൻ നെക്സ്റ്റ് വണ്ണാണ് അവൈലബിലിറ്റി ഓഫ് ഫ്യൂവൽ ആൻഡ് പവർ. അവൈലബിലിറ്റി ഓഫ് ഫ്യൂവൽ ആൻഡ് പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ഇലക്ട്രിക് പവേഴ്സൊക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അതിനനുസരിച്ചുള്ള ഫ്യൂവൽസൊക്കെ നമുക്ക് അവൈലബിൾ ആണോ എന്നുള്ളതും, അതുപോലെ തന്നെ നമ്മൾ വിചാരിച്ച രീതിയിൽ ഇപ്പോൾ കോൾ, ഓയിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് അവൈലബിൾ ആണോ എന്നുള്ളത്, ഇപ്പോൾ പവർ ആൻഡ് സ്റ്റീം റിക്വയർമെൻറ്റ്സ് വേണമെങ്കിൽ അത് അവൈലബിൾ ആണോ എന്നുള്ളത്, ഇലക്ട്രോളിസിസ് അവൈലബിൾ ആണോ, ഇപ്പോൾ ഇലക്ട്രിസിറ്റി വേണ്ടതാണോ, അല്ലെങ്കിൽ ഹൈഡ്രോ ഇലക്ട്രിക് ഇൻസ്റ്റലേഷനാണ് വേണ്ടെങ്കിൽ അത് നോക്കുക. നമ്മളെ ലൊക്കേഷനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ട രീതിയിലുള്ള പവറിൻ്റെ അവൈലബിലിറ്റി ഉണ്ടോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, കൺഫേം ചെയ്യണം. അടുത്താണ് അവൈലബിലിറ്റി ഓഫ് വാട്ടർ. നമുക്കറിയാം, നമുക്ക് ഡ്രിങ്കിങ്ങിന്, സാനിറ്റേഷൻ പ്രോസസ്സിന്, അതുപോലെ തന്നെ കൂളിങ്, വാഷിങ്, സ്റ്റീമിങ്, ഇത്തരത്തിലുള്ള പല ആക്ടിവിറ്റീസ് നമുക്ക് വെള്ളത്തിൻ്റെ, ഇപ്പോൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിനും ചിലപ്പോൾ വെള്ളത്തിൻ്റെ ഒരുപാട് ആവശ്യം ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് വേണ്ട എമൗണ്ട് ഓഫ് വാട്ടർ നമുക്ക് അവൈലബിൾ ആണോ എന്നുള്ളത് നോക്കണം. ചില സീസണിൽ ഫ്ലക്ച്വേഷൻസ് വരുന്ന സമയത്ത് വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി കുറയുന്നുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യണം, കൺഫേം ചെയ്യണം. ചിലപ്പോൾ ലോക്കൽ റിവേഴ്സും ലേക്സൊക്കെ കിട്ടാനുണ്ടോ, അവിടെ നിന്നൊക്കെ വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി ഉണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ഉറപ്പ് വരുത്തണം. അപ്പോൾ നമുക്ക് ടെമ്പറേച്ചറോ, മിനറൽ കണ്ടൻറ്റോ, സൈറ്റോ, അങ്ങനത്തെ സാൻഡ് കണ്ടൻറ്റോ, ബാക്ടീരിയോളജിക്കൽ കണ്ടൻറ്റ്, അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് സപ്ലൈ, പ്യൂരിഫിക്കേഷൻ, ട്രീറ്റ്മെൻറ്റ്, ഇതൊക്കെ വേണ്ട ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഇതിലൊക്കെ വാട്ടർ സപ്ലൈ നിർബന്ധമായിട്ടും കൂടുതലായിട്ട് വേണ്ടതായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് കൺഫേം ചെയ്തിട്ട് വേണം കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ലൊക്കേഷൻ തീരുമാനിക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി. ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് റോ മെറ്റീരിയൽ ആയാലും നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറയേണ്ടി വരും. അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് നമുക്ക് മണി സ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മളെ റോ മെറ്റീരിയൽസ് കിട്ടി നമുക്ക് ഫിനിഷ്ഡ് പ്രോഡക്റ്റ്സ് എത്തിക്കാനും പറ്റില്ല. അപ്പോൾ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ കമ്പാരിറ്റീവ്ലി കുറവുള്ള രീതിയിലായിരിക്കണം നമ്മൾ അറേഞ്ച് ചെയ്യാനും. പിന്നെ അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നോക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും നമ്മൾ പ്രോഡക്ട്സിൻ്റെ വെയിറ്റ്, അതുപോലെ തന്നെ എത്ര ഡിസ്റ്റൻസ് നമുക്ക് കവർ ചെയ്യണം ഇൻഡസ്ട്രിയിൽ നിന്ന്, എത്ര വെയിറ്റുള്ള റോ മെറ്റീരിയൽ ആണ് എന്നുള്ളതും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, കൺഫേം ചെയ്യണം. അതുപോലെ തന്നെ അയൺ അല്ലെങ്കിൽ സ്റ്റീൽ ഇൻഡസ്ട്രിക്ക് ആണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ അതിൻ്റെ സോഴ്സ് ഓഫ് റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ എത്ര വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന ഇൻഡസ്ട്രി ആണെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. ദെൻ നെക്സ്റ്റ് 7th വണ്ണാണ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി. കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ബിസിനസ് ഫേമിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ബിസിനസ് ഇൻഫോർമേഷൻ സിസ്റ്റം ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ പൊസിഷൻ ബേസ് ചെയ്തുകൊണ്ട് റോ മെറ്റീരിയൽ, മാർക്കറ്റ്, അതുപോലെ തന്നെ ലേബർ, ഫിനിഷ്ഡ് പ്രോഡക്ട്സ്, ഇതൊക്കെ നോക്കണം. അപ്പോൾ ഇൻഫർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യുക അല്ലെങ്കിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അതിനനുസരിച്ചുള്ള ആഡിക്വേറ്റ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് അവൈലബിൾ ആണോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, നോക്കണം. ആഡിക്വേറ്റ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി എന്ന് പറയുമ്പം ആക്ച്വലി റൂറൽ ഏരിയാസിലൊക്കെ ഇൻഫർമേഷൻസ് കറക്റ്റായി കിട്ടാൻ കുറച്ചും കൂടി ആഡിക്വസിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പം അത്രയും ആഡിക്വേറ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തണം, കമ്മ്യൂണിക്കേഷൻ. ദെൻ നെക്സ്റ്റ് വണ്ണാണ് ക്ലൈമറ്റ് കണ്ടീഷൻസ്. ക്ലൈമറ്റ് കണ്ടീഷൻ നമ്മൾ ലൊക്കേഷൻ തീരുമാനിക്കുന്ന സമയത്ത് നമ്മൾ തീരുമാനിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ക്ലൈമറ്റിൻ്റെ കണ്ടീഷൻ. ഇപ്പോൾ കോട്ടൺ ഇൻഡസ്ട്രിയുടെ എക്സാമ്പിൾ പറയുകയാണ്. കോട്ടൺ ഇൻഡസ്ട്രി ആണെങ്കിൽ അവിടെ കുറച്ചും കൂടി ഹ്യൂമിഡ് ക്ലൈമറ്റാണ് വേണ്ടത്. പക്ഷേ അതുകൊണ്ട് തന്നെ ഇതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ എന്ന് പറയുന്നത് ബോംബെയും ഹൈദരാബാദാണ്. അത് നമുക്ക് ഇവിടെ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് അത്രത്തോളം എന്ത് ചെയ്യാൻ പറ്റില്ല, സക്സസ് ആവാൻ പറ്റില്ല. അപ്പോൾ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള രീതിയിലുള്ള ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ന്യൂ ഇന്നോവേഷൻസ് ഒക്കെ നടത്തുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഫാക്ടർ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ കൂടിയാണ്. അപ്പം ഒരു ആർട്ടിഫിഷ്യൽ ഹ്യൂമിഡേഷനൊക്കെ ഉണ്ടാക്കിയിട്ട് വേണ്ടിയിരിക്കും പിന്നെ നമ്മൾ ഈ ഒരു കോട്ടൺ ഇൻഡസ്ട്രിയൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ. അപ്പം അതുപോലെ തന്നെ അഗ്രികൾച്ചർ നോക്കുകയാണെങ്കിലും ഇപ്പോൾ നമുക്കിവിടെ
കാപ്പിയും ചായപ്പൊടിയൊക്കെ നടത്താൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള ടീ, കോഫി, റബ്ബർ, കോട്ടൺ ഇതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ക്ലൈമറ്റ് ബേസ് ചെയ്തുകൊണ്ട് നമുക്കതിൻ്റെ പ്രൊഡക്ഷൻ നടത്താൻ പറ്റുള്ളൂ. അടുത്താണ് ഗവൺമെൻറ് പോളിസി. നമുക്കറിയാം നമ്മളെ ഇക്കോണമിയിൽ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പങ്ക് തന്നെ ഗവൺമെൻറ്റിനുണ്ട്. ഗവൺമെൻറ്റിൽ നിന്നാണ് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, അത് ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഓരോന്നിൻ്റെയും പ്രൊഡക്ഷൻസ് നടത്തും. ഓരോ റീജിയണൽ ഗ്രോത്ത് അനുസരിച്ചിട്ട്, ഓരോ കൺട്രീൻ്റെ റീജിയണൽ ഗ്രോത്ത് അനുസരിച്ചിട്ട്, ഗവൺമെൻറ്റിൻ്റെ റീജിയണൽ ഗ്രോത്തൊക്കെ അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ഓരോ കാര്യങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ സോഷ്യൽ പ്രോബ്ലംസ് ആയിട്ടുള്ള സ്ലം, ഡിസ്പാർട്ടി, ഇൻകം ആൻഡ് വെൽത്ത് പ്രോബ്ലംസ്, ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കാം. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ എന്തെങ്കിലും ഗവൺമെൻറ് പോളിസി മനസ്സിലാക്കിയിട്ട് വേണം നമ്മളൊരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ കാര്യങ്ങൾ നടത്തും. ഇപ്പോൾ ബാക്ക്വേർഡ് റീജിയൻസ് ആണ് അല്ലെങ്കിൽ നോ ഇൻഡസ്ട്രി റീജിയനിലൊന്നും കൊണ്ടുപോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മളെ ലൊക്കേഷൻ കാണാനൊന്നും പറ്റില്ല. അപ്പോൾ അതുപോലെ തന്നെ ടാക്സ് കൺസെഷൻസും ലോൺ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മളെ ലോണും മെഷീനറിയും അതുപോലെ തന്നെ ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. ദെൻ നെക്സ്റ്റ് 10th വണ്ണാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ലാൻഡ്. നമ്മളെ മണ്ണിൻ്റെ അല്ലെങ്കിൽ നമ്മളെ ലാൻഡിൻ്റെ സ്വഭാവ രീതികൾ നമ്മൾ മനസ്സിലാക്കണം. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി ടോപ്പോഗ്രാഫിക്കൽ ലാൻഡാണോ എന്താണെന്നുള്ളത് അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. ചിലപ്പോൾ നമുക്ക് കൺസ്ട്രക്ഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ കോസ്റ്റ് അല്ലെങ്കിൽ ബിൽഡിംഗ് കോസ്റ്റൊക്കെ കൂടാനുള്ള ചാൻസ്, ലിവിങ് കണ്ടീഷൻ നമ്മൾ വിചാരിച്ച പോലത്തതാവാതിരിക്കാനും ഫ്യൂച്ചറിൽ പല ചേഞ്ചസ് വരാനുള്ള സാധ്യതകളുള്ള പ്ലാൻ ലൊക്കേഷൻസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഭാവിയിൽ എക്സ്പാൻഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം കൃത്യമായിട്ടുള്ള റീജിയനും കമ്മ്യൂണിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് വേണം നമ്മളെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാനും. അടുത്താണ് വാട്ടർ ഡിസ്പോസൽ. റീസെൻറ്റ് ഇയേഴ്സിലായിട്ടുള്ള ഒരു ലീഗൽ റെസ്ട്രിക്ഷനാണ് ഈ ഒരു വാട്ടർ ഡിസ്പോസൽ. അതായത് മെറ്റീരിയൽസിൻ്റെയും ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന വേസ്റ്റുകളുടെയൊക്കെ ഇതുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ ഒരു വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടോ എന്നുള്ളത്, മിനിമം പൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് കൂടുതൽ മാലിന്യങ്ങളൊന്നും പുറത്തേക്ക് വിടാത്ത രീതിയിൽ വേസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് അത് ഡിസ്പോസ് ചെയ്യാനുള്ള ഫെസിലിറ്റീസും അഡീഷണൽ ആയിട്ടുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അത് കൃത്യമായിട്ട് വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റിയും കൂടി അവൈലബിൾ ആയിട്ടുള്ള രീതിയിൽ വേണം നമ്മളൊരു പ്ലാൻ സൈറ്റ് തീരുമാനിക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് വണ്ണാണ് കമ്മ്യൂണിറ്റി ആറ്റിറ്റ്യൂഡ്. കമ്മ്യൂണിറ്റി ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഇൻഡസ്ട്രീനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സക്സസ് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് അവിടുത്തെ ലോക്കൽ പീപ്പിളിൻ്റെ കാര്യങ്ങളനുസരിച്ച്. അപ്പം നമുക്ക് നോക്കണം അത് കറക്റ്റായിട്ട് വർക്കൗട്ട് ആവുമോ എന്നുള്ള, കമ്മ്യൂണിറ്റി ആറ്റിറ്റ്യൂഡ് വർക്കൗട്ട് ആവുമോ എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം. ഇത് നെക്സ്റ്റ് വണ്ണാണ് സെക്യൂരിറ്റി. നമുക്കറിയാം പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി, സേഫ്റ്റി, ഇതും ആ ഒരു ലൊക്കേഷനെ ഒരുപാട് ഡിസിഷനെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു കാര്യം കൂടി നമുക്ക് ഒരു എൻ്റർപ്രണറിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, സേഫായിട്ട് ഒരിക്കലും ഒരു ബിസിനസ് ആരും ഇതില്ലാതെ തുടങ്ങാൻ പറ്റില്ല. അപ്പം ലോവും വേണം, ലോ ആൻഡ് ഓർഡർ ഡിസ്റ്റർബൻസും ഉണ്ടാവാൻ പാടില്ല, ഒന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതൊക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ സെക്യൂരിറ്റി ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ. ദെൻ നെക്സ്റ്റ് വണ്ണാണ് മൊമെൻറ്റം ഓഫ് ആൻ ഏർലി സ്റ്റാർട്ട്. അതായത് മറ്റൊരു പ്ലാൻ ലൊക്കേഷൻ്റെ മറ്റൊരു ഫാക്ടറാണ് മൊമെൻറ്റം ഓഫ് ആൻ ഏർലി സ്റ്റാർട്ട്. ചില പ്ലേസസിൽ ഒരു ലോക്കലൈസ്ഡ് ആയിരിക്കും, കാരണം 1-2 യൂണിറ്റ്സൊക്കെ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഓരോ സമയം കഴിഞ്ഞിടത്തോളം ഈ ഒരു സ്ഥലത്ത് ചിലപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസും ഇതിൻ്റെ അട്രാക്ഷൻസും കൂടുമ്പോൾ ഇവിടെ ഇൻഡസ്ട്രീസ് ഇങ്ങനെ കൂടി വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ചിലപ്പോൾ അതായത് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഡെവലപ്പ് ചെയ്തു, അതായത് റെയിൽവേ വന്നു, ആദ്യം റെയിൽവേ ഇല്ല, അപ്പോൾ അതുകൊണ്ട് അത്ര ബിസിനസ്സില്ല, അല്ലെങ്കിൽ ബാങ്ക് ഫെസിലിറ്റി വന്നു. പിന്നെ അപ്പോൾ ആദ്യം അവിടെ ചാൻസ് കുറവായിരിക്കും, പക്ഷേ പിന്നെ എന്തെങ്കിലും ഒരു സാധനം വരുമ്പോൾ അവിടെ സാധ്യതകൾ കൂടും. ഇപ്പോൾ ബാങ്ക് വന്നു അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ വന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ സാധ്യത കൂടും. അതാണ് മൊമെൻറ്റം ഓഫ് ആൻ ഏർലി സ്റ്റാർട്ട്. നേരത്തെ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഭാവിയിലേക്ക് അവിടെ കൂടുതൽ വളർച്ചയ്ക്കുള്ള സാധ്യതകൾ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ടോ, അങ്ങനെയൊക്കെ സ്ഥലങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. ഇനി നെക്സ്റ്റ് 15th പോയിൻ്റാണ് പേഴ്സണൽ പ്രിഫറൻസ്. നമുക്ക് പേഴ്സണലി നമുക്കൊരു താല്പര്യമുണ്ട്, ഇപ്പോൾ എൻ്റെ നാട്ടിൽ തന്നെ തുടങ്ങണം, എൻ്റെ മണ്ണിൽ തന്നെ തുടങ്ങണം, അല്ലെങ്കിൽ എക്കണോമിക്കലി നമ്മൾ കൺസിഡർ ചെയ്തിട്ട് നമുക്ക് അധികം പൈസ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ വയ്യ, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മിസ്റ്റർ ഫോർഡ് കാറിൻ്റെ മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്തത് ഡിട്രോയിറ്റ്, അയാളെ തന്നെ
ഹോം ടൗണിലാണ് തുടങ്ങിയത്. പക്ഷേ എന്താണ് അതെല്ലാവരും അംഗീകരിച്ചു. കാരണം എല്ലാവരും എക്കണോമിക്കലി അയാൾക്ക് എന്താണ് ബുദ്ധിമുട്ടായിരുന്നു. കാരണം എവിടെയെങ്കിലും ടൗണിലൊക്കെ പോയതാണ്. അപ്പോൾ അയാളുടെ നാട്ടിൽ തന്നെ ആരംഭിച്ചു. അങ്ങനെ ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് ഇന്ന സ്ഥലം പ്രിഫർ ചെയ്യുന്ന ആളുകളുണ്ട്. ആ ഒരു പേഴ്സണൽ പ്രിഫറൻസ് അനുസരിച്ചിട്ട് നമ്മളിപ്പോൾ നമ്മളെ വീട്ടിൻ്റെ മുൻപിൽ തന്നെ അല്ലെങ്കിൽ നമ്മളെ നാട്ടിൽ തന്നെ നമുക്ക് ബിസിനസ് ചെയ്താൽ മതി. അങ്ങനത്തെ ഒക്കെ ആളുകളുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു പേഴ്സണൽ പ്രിഫറൻസ് ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇനി ലാസ്റ്റ് വണ്ണാണ് കൾച്ചറൽ ഫാക്ടേഴ്സ്. ഒരു കമ്മ്യൂണിറ്റീൻ്റെ കൾച്ചറൽ ഫാക്ടേഴ്സും ഈ ഒരു പ്ലാൻ ലൊക്കേഷനെ ഒരുപാട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു ലിവിങ് ഓഫ് പ്ലാന്റ് അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഒരു എംപ്ലോയി എന്ന് പറയുന്നത് വെറുതെ അങ്ങോട്ട് എന്ത് ചെയ്യില്ല, എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതൊരു പ്ലാന്റിൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഫെസിലിറ്റീസിൻ്റെ ഒരു ബേർഡനും കൂടി. അതായത് കൾച്ചറൽ ഫെസിലിറ്റീസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്മ്യൂണിറ്റീൻ്റെ കൾച്ചറൽ ഫെസിലിറ്റീസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സൗണ്ട് ഗ്രോത്താണ്. ഇപ്പോൾ ചർച്ച്, ലൈബ്രറീസ്, സ്കൂൾസ്, സിവിക് തിയേറ്റേഴ്സ്, ഇതൊക്കെ എന്താണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളും കൂടി നമ്മൾ എന്ത് ചെയ്യണം, കൾച്ചറൽ ആയിട്ടുള്ള കാര്യങ്ങളും കൂടി നമ്മൾ അവരുടെ ക്യാരക്ടർ, ഹിസ്റ്ററി ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ ഗവൺമെൻറ്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് കൺസിഡർ ചെയ്തിട്ടും കൂടി വേണം നമ്മൾ ആ ഒരു കൾച്ചറൽ ഫെസിലിറ്റീസും കൂടി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആ ഒരു സ്ഥലത്ത് പ്ലാൻ ലൊക്കേഷൻ തുടങ്ങണോ വേണ്ടേ എന്നുള്ളൊരു ഡിസിഷൻ എടുക്കാൻ. അപ്പോൾ ഇതൊക്കെയാണ് ഫാക്ടേഴ്സ്. ഈ ഒരു ലൊക്കേഷൻ്റെ ഒരു സ്റ്റഡീനെ സംബന്ധിച്ചിടത്തോളം ഇനിയും കുറച്ചും കൂടി ടോപ്പിക്സ് നമുക്ക് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിപ്പം ഓൾറെഡി കുറച്ച് ആയതുകൊണ്ട് ഞാൻ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി ഭാഗം എടുക്കുക. ഈ ലൊക്കേഷൻ റിലേറ്റ് ചെയ്തിട്ട് കുറച്ചും കൂടി ടോപ്പിക്സ് എടുത്താലേ നമുക്കത് ഫിനിഷ് ആവാൻ കഴിയുള്ളൂ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ലൊക്കേഷൻ കഴിഞ്ഞിട്ടാണ് ഫാക്ടറി ലേഔട്ടിലേക്ക് പോകാനുള്ളത്. ഓക്കെ, താങ്ക് യു.